നമ്മുടെ പീരീഡ് സമയത്തുണ്ടാവുന്ന പെയിൻ എങ്ങനെ മാറ്റാം, ഒരു ഗുളിക കഴിക്കാതെ തന്നെ നാച്ചുറലായിട്ട് തന്നെ എങ്ങനെ നമുക്ക് ആ ഒരു പെയിൻ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതൊരു കിടിലൻ സംഭവം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കനും കൂടി അങ്ങ് അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് മുടങ്ങാതെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നമുക്ക് എല്ലാവർക്കും പപ്പായ എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ്. പപ്പായ തോരൻ, പപ്പായ ജ്യൂസ് ഒക്കെ അങ്ങനെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. ഇനി മുതൽ നിങ്ങൾ പപ്പായയുടെ കുരു കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെയധികം ഗുണങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ് പപ്പായ കുരു. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പെയിൻ കില്ലർ തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു സംഭവം കഴിച്ചിട്ട് നിങ്ങളുടെ പെയിൻ മാറുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സംഭവം കഴിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് പീരീഡ് സമയത്തുണ്ടാവുന്ന പെയിൻ നല്ല രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ ഓവറായിട്ട് ബ്ലീഡിങ് ഉള്ളവരുടെ ബ്ലീഡിങ്ങിൻ്റെ ആ ഒരു കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഫ്ലോയെയും തടയാനായിട്ടും ഈ ഒരു സംഭവം സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആ സമയത്തുണ്ടാവുന്ന വൊമിറ്റിംഗ് പ്രോബ്ലം, അസിഡിറ്റി പ്രോബ്ലം, പിന്നെ കൂടാതെ തന്നെ നല്ല ശക്തമായിട്ടുള്ള പെയിൻ വരെ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തോടു കൂടി മാറ്റാൻ പറ്റുന്നതാണ്. വെറും നിസ്സാരപ്പെട്ട കാര്യം എന്ന് നിങ്ങൾ കരുതരുത്. വളരെയധികം ഗുണങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ തന്നെ ഇതിനെക്കുറിച്ച് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് തന്നെ കേൾക്കാൻ കഴിയും. വേസ്റ്റ് ബക്കറ്റിൽ കളയുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു പെയിൻ കില്ലറിന് വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ നമ്മൾ വളരെയധികം വില കൊടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കുന്ന പെയിൻ കില്ലർ കഴിച്ച് നമ്മൾ വളരെയധികം രോഗങ്ങൾക്ക് ഇടയാക്കി മാറ്റുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെയിൻ കില്ലറിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ലാതെ തന്നെ നമ്മുടെ ഈ പീരീഡ് ടൈമിനുണ്ടാകുന്ന പെയിനിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം ഒരു പെൺകുട്ടിയുള്ള ഒരു വീട്ടിൽ പപ്പായയുടെ കുരു അത്യാവശ്യമാണ്. അത് ഉണക്കി പൊടിച്ച് വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണത് തയ്യാറാക്കുന്നത്, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അത് നല്ല രീതിയിൽ ചൂടാകുമ്പോഴത്തേക്ക് തിള വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ 1 സ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. നമ്മൾ 1 ഗ്ലാസ് വെച്ചത് അത് 1/2 ഗ്ലാസ് ആക്കിയിട്ട് നല്ല ഇളം ചൂടോടുകൂടി നമ്മളങ്ങ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പെയിൻ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഞാൻ തയ്യാറാക്കിയത് ഞാൻ കാണിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. അതായത് 1 ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് 1 സ്പൂൺ ഇട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് അത് അതായത് പറ്റുന്നത് എന്ന് പറയുന്നത് അത് 1 ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ആക്കിയിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതൊരു 2 പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ പെയിൻ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. കാരണം നടുവേദന എന്ത് തന്നെ നമ്മുടെ ബോഡിക്കുണ്ടാകുന്ന എന്ത് പ്രോബ്ലം, പെയിൻ നമ്മുടെ പീരിയഡ് സമയത്ത് പലർക്കും പല രീതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു സംഭവം തന്നെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറം തന്നെയാണ്. കാരണം ആ ഒരു സമയത്ത് നിങ്ങളുടെ ബുദ്ധിമുട്ട് എല്ലാം മാറ്റി നിങ്ങൾക്ക് അന്ന് സാധാരണ എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിലാക്കി മാറ്റാനായിട്ട് ഈ ഒരു സംഭവം കൊണ്ട് സാധിക്കുന്നതാണ്. അതിലടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ അസിഡിറ്റിയെ ഒക്കെ മാറ്റാനും കൂടി സാധിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും അത് യൂസ്ഫുള്ളാണ്. ഇപ്പം 8 വയസ്സ് 9 വയസ്സായ കുട്ടികൾക്കുണ്ടാകുന്ന പീരീഡിനുണ്ടാകുന്ന അവർക്ക് വരെ ഈ ഒരു കാര്യം കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും നമുക്ക് ഉണ്ടാവില്ല. കാരണം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പീരീഡ് സമയത്തുണ്ടാകുന്ന പെയിൻസിനെ വരെ മാറ്റാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കൂടി ഈ വീഡിയോ ഒന്ന് കാണട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് എന്താണ് നിങ്ങൾക്കുണ്ടായ മാറ്റം എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും
എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.